ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ കുറച്ച് ദിവസം ശേഷം ഞങ്ങൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങി. നാട്ടിൽ നിന്ന് പോയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കായി പോയി, പിന്നെ അതുകൊണ്ടൊക്കെയാണ് ലേറ്റായി പോയത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, ഒരുപാട് പേര് എന്നെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് മീൻ തല വെച്ചൊരു കറിയാണ്. ഇത് ഞാൻ നാട്ടിലെ വിറകടുപ്പിൽ ഉണ്ടാക്കിയ കറിയാണ്. ഇപ്പോൾ സാധാരണയായിട്ട് മീൻ തല കറി വെക്കുമ്പോൾ ഒന്നുകിൽ മുളക് കറി അല്ലെങ്കിൽ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. ഞാനിതിൽ മുളക് ചേർത്ത് തേങ്ങ അരച്ച് പച്ചത്തക്കാളി ഇട്ടൊരു കറിയാണ് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കപ്പയുടെ കൂടെ കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ഒരിക്കൽ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും മീൻ തല കറി വെക്കുമ്പോൾ ഇങ്ങനെ വെക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് നല്ല മീനിൻ്റെ തല ഏതായാലും ഇതിന് ഉപയോഗിക്കാം. സാധാരണ മീനിൻ്റെ തല മുഴുവനായിട്ട് കറി വെക്കുന്നതിന് പകരമായിട്ട് ഞാനത് നല്ലതുപോലെ കഴുകി പീസസ് ആക്കിയതിന് ശേഷമാണ് ഇവിടെ കറി വെച്ചിരിക്കുന്നത്. അങ്ങനെ വെക്കുമ്പോഴാണ് ആ കഷ്ണങ്ങളിലൊക്കെ മസാലകൾ നല്ലതുപോലെ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പച്ചത്തക്കാളിയാണ് ഈ കറിയിൽ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചത്തക്കാളി കുറേ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന കുറച്ച് ചെറിയ പഴുത്ത തക്കാളിയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ 2 മീഡിയം പച്ചത്തക്കാളി ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടംപുളിയും ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാടൻ സ്റ്റൈലിലെ വിറകടുപ്പിൽ മീൻതല കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബൈ. അപ്പോൾ മീൻതല പച്ചക്കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഈ കറി വെക്കുന്നത്. അപ്പം എണ്ണ ചൂടായി, ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, അതുപോലെ 4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 15 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ. ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നതിന് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അത് അരമുറി തേങ്ങ തിരുമ്മിയത് പട്ടുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. തേങ്ങ മാത്രം അരച്ചാൽ മതിയേ. അപ്പം ഞാൻ ഇതൊന്ന് വഴറ്റുന്ന സമയം കൊണ്ട് അത് അരച്ചുകൊണ്ട് വരാം. ഇത് ഉള്ളി ഇഞ്ചി നല്ലതുപോലെ വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പൊടി നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും ഇടുവാണ്. ഇനി ഇത് 2 പച്ചത്തക്കാളി ഇടുവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 പച്ചത്തക്കാളിയും 1 പഴുത്ത തക്കാളിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ 2 പച്ചത്തക്കാളി ഇടണേ, 2ആയിട്ട് കീറി ഇട്ടാൽ മതി. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി വേണമല്ലോ മീനാകുമ്പോൾ, അതുകൊണ്ട് 2 വലിയ കഷ്ണം കുടംപുളി മുറിച്ചിടുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻതല ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 1 കിലോ മീൻതല ഞാനിത് കഷ്ണങ്ങളാക്കി എടുത്തതാണ്. നല്ലതായിട്ട് കഴുകി എടുക്കണം.
അപ്പോൾ ഇതെല്ലാം ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങ പട്ടുപോലെ അരച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് കുറേ നേരമായി, നമുക്കൊന്ന് നോക്കാം. ഓ സൂപ്പർ മണമാണേ. അപ്പം ഇതിൻ്റെ ഗ്രേവിയുടെ ഒരു പരുവൊക്കെ കണ്ടോ, ആവശ്യത്തിന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഗ്രേവി ഒരുപാട് കട്ടിയായി പോകും, പിന്നെ ഒട്ടും കാണത്തില്ല, ഗ്രേവി കുറുകിപ്പോകും നല്ലതായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് വാങ്ങണം. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പും എല്ലാം പരുവാണോ എന്ന് നോക്കട്ടെ. ഇത് നല്ല ടേസ്റ്റാണേ ഇതിന്. പക്ഷേ ഈ പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാം നല്ല കറക്റ്റായിരിക്കണം. അപ്പോൾ തേങ്ങ അരച്ചിങ്ങനെ കറി വെച്ചിട്ടില്ലാത്തവരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ കറിയാണ്. ഞങ്ങളിത് കപ്പയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോഴൊക്കെ ഇനി വീണ്ടും ഒരു അടുത്ത റെസിപ്പിയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.